പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന ഒരേ ഒരു ചിന്ത മാത്രമേ ചന്ദ്രശേഖരനും ശ്രീകാന്തിനും ഉണ്ടാവുള്ളൂ. ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി ചില പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട്. ഒരു റെയ്ഡ് നടത്തണം, വിക്രമിനെ തൻ്റെ വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നറിയണല്ലോ. ചന്ദ്രശേഖരനാണ് സിഐക്ക് ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്. അവൻ്റെ ഫോണ് കാഞ്ഞിരംകുളം ഭാഗത്ത് എവിടെയോ ഓണാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ വേദിയുടെ വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കും. അവൾ അവനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയണല്ലോ. അതുകൊണ്ട് ആ വീട്ടിൽ ഒരു റെയ്ഡ് നടത്തിയാൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് സിഐയോട് പറയും. ശരി, അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഉടനെ തന്നെ ഞാൻ പൊക്കിക്കോളാമെന്നും പറഞ്ഞ് സിഐ ഉറപ്പിച്ചു പറയാണ്. പക്ഷേ ഒരു ജില്ലാ ജഡ്ജിയുടെ വീട് സെർച്ച് ചെയ്യണമെങ്കിൽ വെറുതെ പറ്റില്ലല്ലോ. അതിന് റെയ്ഡ് വാറന്റും കാര്യങ്ങളൊക്കെ വേണം. അതിനുള്ള അനുമതി സിഐ നോക്കുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറഞ്ഞു, കള്ളം കപ്പലിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അവൻ ആ വീട്ടിൽ തന്നെ കാണും. പക്ഷേ ശ്രീകാന്ത് അത് ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ വന്ന് ഒളിച്ചിരിക്കാൻ അവൻ അത്രമാത്രം ധൈര്യമൊന്നുമില്ല എന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. നിന്റെ പെങ്ങളല്ലേ ആള്, അവൾ ഇതിനപ്പുറം ചെയ്യുമെന്ന് ചന്ദ്രശേഖരൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ശ്രീകാന്തിന് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. ഈ ഇടയായിട്ട് വേദയ്ക്ക് ചില മാറ്റങ്ങളുണ്ട് എന്നും വർഷ പറഞ്ഞിരുന്നു. അവൾ മുറിയിൽ പോയിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അതും 2 പേർക്കുള്ള കഴിക്കാനുള്ള അത്രയും ആഹാരം. പിന്നെ മുറിക്കുള്ളിലേക്ക് ആരെയും മടുപ്പിക്കുന്നു പോലുമില്ല. ഞാൻ ചെന്നാൽ പോലും അകത്തേക്ക് കയറ്റില്ല എന്ന് ശ്രീകാന്ത് ഓർത്തെടുത്തു. ഇത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ ഉറപ്പിച്ചോ, അവൾ അവനെ അവിടെ തന്നെ താമസിപ്പിച്ചിട്ടുണ്ടാവും. അത്രയും സേഫായിട്ട് വേറെ എവിടെ ഇരിക്കാനാണ്? അപ്പോഴാണ് ശ്രീകാന്ത് ആലോചിക്കുന്നത്, ഇടയ്ക്ക് ആ ഡോക്ടർ വന്നിതു. വാസവൻ്റെ വെടി കൊണ്ട് വല്ല മുറിവും പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. വേദ കാറ് കഴുകുന്നതും മറ്റൊക്കെ കണ്ടിരുന്നു. അവൾ സാധാരണമായി ഉപയോഗിക്കാത്ത കാറാണ്. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞത് ശരിയാണെന്ന് ശ്രീകാന്തിന് തോന്നി. നീ പേടിക്കേണ്ടതാ, സിഐ അവനെ പൊക്കിക്കോളുമെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ സമാധാനിപ്പിച്ചു. പിന്നീട് സിഐ വാറന്റുമായി ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് വേദയും ദീപ്തിയും അവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പത്മം അവർക്ക് ചായയുമായി വന്നു. ദീപ്തിയോട് പത്മം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്ക് നിന്റെ പഠനം തുടർന്നൂടെ എന്ന് ചോദിക്കും. അന്നേരം ദീപ്തി പറയുന്നുണ്ട്, അമ്മേ, എനിക്കൊന്നിനും ഒരു മൂടില്ല, ഒന്നിനും താല്പര്യമില്ല എന്ന് പറയും. എങ്കിലും മാതാപിതാക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ എന്ന് പത്മം പറയുന്നതിലാണ് പോലീസ് ജീപ്പ് മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നത്. സിയും സംഘവും അകത്തേക്ക് കയറി വന്ന് ശങ്കരനാരായൺ സാർ ഇല്ലേ എന്ന് ചോദിക്കും. ദീപ്തി പോയി അച്ഛനെ വിളിച്ചോണ്ട് വന്നു. എന്താ കാര്യമെന്ന് ശങ്കരനാരായണൻ ചോദിച്ചപ്പോൾ, സാറേ, ഞങ്ങൾക്ക് ഈ വീടൊന്ന് റെയ്ഡ് ചെയ്യണം, വാറന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കൊടും ക്രിമിനൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറയും. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ ആകങ്ങനെ വിറയലോട് നോക്കി നിൽക്കുകയാണ്. വിക്രം സുധാകരൻ ഇവിടെയുണ്ടെങ്കിൽ അവനെ പിടികൂടാനാണെന്ന് സിഐ വ്യക്തമാക്കി. ഒരു കൊടും ക്രിമിനലിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വീടൊന്നുമല്ല ഇത് എന്ന് ശങ്കരനാരായണൻ പറഞ്ഞുവെങ്കിലും വിവരം കിട്ടിയ സ്ഥിതിക്ക് സെർച്ച് ചെയ്യാതെ പറ്റില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു. ആയിക്കോട്ടെ, വാറന്റുമായിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ അവർക്ക് അനുവാദം കൊടുത്തു. പക്ഷേ വേദ ആകെ പേടിച്ചു പോയിരുന്നു. കാരണം വിക്രം അവിടെയുണ്ട്. പെട്ടെന്ന് മുറിയിലേക്ക് ഓടിപ്പോകാനും പറ്റില്ല. അവിടെ നിൽക്കാനാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. താഴെ സംസാരം കേട്ട വിക്രമിന് എന്തോ പന്തികേട് മനസ്സിലായി. പോലീസ് വന്നതാണെന്ന് ഉറപ്പായപ്പോൾ അവൻ മെല്ലെ കാലും വലിച്ചേച്ചുകൊണ്ട് തന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നേരെ സ്റ്റോർ റൂമിലേക്കാണ് പോയത്. അവിടെ വന്ന് നോക്കിയാൽ എന്ത് ചെയ്യും എന്നൊരു പരിഭ്രമം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. താഴത്തെ മുറിയൊക്കെ പരിശോധിച്ചതിന് ശേഷം സിഐ വേദയുടെ മുറി കാണാൻ വേണ്ടി പറഞ്ഞു. വേദ ആകെ ചങ്കടിപ്പോടുകൂടിയാണ് പോലീസിനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷേ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവൾക്ക് ആശ്വാസമായി. കാരണം വിക്രം അവിടെയൊന്നുമില്ല. അവൻ സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടാവുമെന്ന് അവൾ ഊഹിച്ചു. മുറിയിലെന്നും ആരെയും കണ്ടെത്താൻ പോലീസിനായില്ല. ഒടുവിൽ പുറത്തിറങ്ങിയപ്പോൾ സ്റ്റോർ റൂമിൻ്റെ വാതിൽ കണ്ടു. അതേത് മുറിയാണെന്ന് ചോദിച്ചപ്പോൾ സ്റ്റോർ റൂമാണെന്ന് വേദ പറഞ്ഞു കൊടുത്തു. പോലീസുകാരൻ അങ്ങോട്ടേക്ക് നീങ്ങിയപ്പോൾ വേദക്കാകെ ടെൻഷനായി. ഭഗവാനെ, വിക്രം അവിടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതി അവളിങ്ങനെ പ്രാർത്ഥിക്കാണ്. പോലീസ് വാതിൽ തുറന്നപ്പോൾ വിക്രം അതിൻ്റെ പിന്നിലങ്ങ് പതുങ്ങിയിരിക്കുകയായിരുന്നു. വാതിൽ മുഴുവനായിട്ട് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേദ പെട്ടെന്ന് തന്നെ തൻ്റെ കൈ വാതിലിൻ്റെ ഇടയിലങ്ങ് വെച്ചു. വിരൽ ചതഞ്ഞ് അവൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു. പക്ഷേ അവൾ അത് കടിച്ചങ്ങ് പിടിച്ചു. പോലീസുകാരൻ അകത്തേക്ക് വെറുതെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തു. പക്ഷേ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ തിരിച്ചു നടന്നു. വേദന കൊണ്ട് പൊളിയുന്ന വേദയെ കണ്ട് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ, ഒന്നുമില്ല, കൈ വാതിലിൻ്റെ ഇടയിൽ കുടുങ്ങിയതാണെന്ന് അവൾ പറയുന്നുണ്ട്. പോലീസ് പോയി എന്ന് കണ്ടപ്പോൾ വിക്രം ടെറസിലേക്ക് നടന്നു. എന്നിട്ട് അവിടെ ഒരു പൈപ്പിൻ്റെ മറവിൽ അങ്ങ് പതുങ്ങി നിന്നു. സിഐക്ക് സംശയം മാറാത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടി വന്ന് സ്റ്റോർ റൂമിലൊക്കെ നോക്കിയെങ്കിലും വിക്രമിനെ ഒന്നും അവിടെ കണ്ടെത്താനായില്ല. പിന്നെ ടെറസിലും കയറി നോക്കി. പക്ഷേ പൈപ്പിൻ്റെ അരികിൽ പതുങ്ങി നിൽക്കുന്ന വിക്രത്തെ അവർ കണ്ടില്ല എന്ന് മാത്രം. ഒടുവിൽ ശങ്കരനാരായൺ പറയുന്നുണ്ട്, സാറേ, ഇതൊരു ജില്ലാ ജഡ്ജിയുടെ വീടാണ്, ഇവിടെ ആരെയും ഒളിപ്പിക്കില്ല എന്ന് പറയും. ഒരു വിവരം കിട്ടിയത് കൊണ്ടാണ് വന്നത്, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പോലീസ് സംഘം അവിടെ നിന്നും ഇറങ്ങി. പോലീസ് പോയി എന്നുറപ്പായപ്പോൾ വേഗം വിക്രമിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ വിക്രമിനെ കാണാതായപ്പോൾ അവൾക്ക് ആകെ പേടിയായിരുന്നു.
അപ്പോഴേക്കും വിക്രം പൈപ്പ് വഴി ടെറസിൽ നിന്ന് മുകളിലേക്ക് കയറി വന്നു. അപ്പോഴാണ് വേദക്കൊന്ന് ശ്വാസം നേരെ വീണത്. വിക്രം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന്. ഇവിടെ നിൽക്കുന്നത് അപകടം തന്നെയാണ്, നിനക്കും അപകടമാണ്. അന്നേരമാണ് വേദയുടെ കൈയൊക്കെ ചതഞ്ഞിരിക്കുന്നത് വിക്രം കാണുന്നത്. എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ വാതിനിടയിൽ പെട്ടതാണെന്ന് അവൾ പറഞ്ഞു. വിക്രം അവളുടെ കൈയൊന്ന് പിടിച്ചു നോക്കി. അത് നല്ല വേദനയോടെ തന്നെ ചതഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇത്രമാത്രം വേദന മുഴുവൻ അസഹിച്ചെന്ന് മനസ്സിലാക്കുമ്പോൾ വിക്രമിന് വല്ലാത്ത വിഷമമായി. അവൻ ആ വിരലുകൾ മെല്ലെ ഊതിക്കൊടുത്തു. ഈ സമയത്ത് ആശുപത്രിയിൽ നിന്നും കമലമ്മക്ക് ബോധം വീണിരുന്നു. ബോധം വന്നതും കമലമ്മ കാണുന്നത് വിക്രമിനെ വെള്ളത്തിൽ വീണ് കിടക്കുന്ന സ്വപ്നമായിരുന്നു. തൻ്റെ മകന് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് തന്നെ അവർ വീണ്ടും ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്ക് ഫിക്സ് വന്നു. ഡോക്ടർമാരും നഴ്സുമാരും അങ്ങോട്ടേക്ക് ഓടിയെത്തി. സുധാകരൻ മാഷും ശ്രീജയും വിഷവുമൊക്കെ അവരെ ആകെ പരിഭ്രാന്തിയിലായിരുന്നു. വിക്രമിനെ കുറിച്ചുള്ള ആകുലതകളെല്ലാം തന്നെ വീണ്ടും ഫിക്സ് വരാൻ കാരണമാണെന്ന് എല്ലാവരും ഭയന്നു. ആശുപത്രി വരാന്തയിൽ തളർന്നിരിക്കുന്ന മാഷിൻ്റെയും വിശ്വത്തിൻ്റെയും അരികിലേക്ക് ഡോക്ടർ ഗൗരവത്തോടെ നടന്നു വന്നു. കമലമ്മയുടെ അവസ്ഥ അത്ര പന്തിയല്ല എന്നും വിക്രമിനെ കാണാതായതിൻ്റെ മാനസികാഘാതം അവരെ വല്ലാതെ തളർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് വേണ്ടത് മരുന്നല്ല, മകൻ തിരിച്ചു വരുമെന്ന ഉറപ്പാണ്. ഡോക്ടറുടെ ഈ വാക്കുകൾ മാഷിൻ്റെ നെഞ്ചിൽ ഒരു കനലായി തന്നെ പടർന്നു. അതേസമയം ശങ്കരനാരായണൻ്റെ വീട്ടിൽ വേദയുടെ മുറിയിൽ അതീവ ഗൗരവമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പോലീസ് പോയെങ്കിലും പുറത്ത് നിരീക്ഷണത്തിനായി ഒരാളെ നിർത്തിയിട്ടുണ്ട് എന്ന് വിക്രമിന് മനസ്സിലായി. വേദയുടെ കയ്യിലെ മുറിവ് മരുന്ന് വെച്ചു കൊടുക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹിച്ചു. ഇനി നിന്നെ ഞാൻ കൂടുതൽ അപകടത്തിലാക്കുന്നില്ല. എനിക്ക് ഇവിടെ നിന്നും പോയേ തീരൂ. പക്ഷേ ഈ അവസ്ഥയിൽ വിക്രം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ചന്ദ്രശേഖരൻ്റെ കൈകളിലേക്ക് നടന്നു കയറുന്നത് പോലെയാകുമെന്ന് വേദക്കറിയാമായിരുന്നു. അവൾക്കൊരു ബുദ്ധി ഉദിച്ചു. പാതിരാത്രിയിൽ തൻ്റെ കാർ പുറത്തെടുത്ത് വിക്രമിനെ പിൻസീറ്റിൽ പുതപ്പിട്ട് മൂടിക്കൊണ്ട് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുക, അതുതന്നെ അവൾ തീരുമാനിച്ചു. എന്നാൽ ഗേറ്റ് കടക്കാൻ നേരം അപ്രതീക്ഷിതമായി ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കാറുമായി വന്നു. അവൻ്റെ കണ്ണുകളിൽ സംശയത്തോടു കൂടി തന്നെ വേദയുടെ കാറിനുള്ളിലേക്ക് പരതി. ഈ നേരത്തെ എങ്ങോട്ടേക്കാ വേദ എന്ന അവൻ്റെ ചോദ്യത്തിനു മുന്നിൽ അവളൊന്ന് പതറിയെങ്കിലും ദീപ്തിക്ക് സുഖമില്ലാത്തതിനാൽ മരുന്ന് വാങ്ങാൻ പോവുകയാണെന്ന് അവൾ കള്ളം പറഞ്ഞു. ശ്രീകാന്ത് വിശ്വസിച്ച മട്ടിൽ വഴിമാറിക്കൊടുത്തു. പക്ഷേ അവൻ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി ഒരു പഴയ തറവാട്ടിലേക്കാണ് വേദ വിക്രമിനെ എത്തിച്ചത്. അവിടെ ആരും അന്വേഷിച്ചു വരുന്നില്ല എന്നായിരുന്നു അവളുടെ വിശ്വാസം. വിക്രമിനെ അവിടെ സുരക്ഷിതമായി ഇരുത്തി അവൾ മടങ്ങാൻ തുടങ്ങുമ്പോൾ വിക്രം അവളുടെ കയ്യിലങ്ങ് ചേർത്ത് പിടിച്ചു. ആ കണ്ണുകളിൽ നന്ദിയും അതിലേറെ പ്രണയവും നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ആ നിമിഷം അങ്ങോട്ടേക്ക് അലറി വിളിച്ചുകൊണ്ട് തന്നെ പോലീസ് ജീപ്പ് എത്തി. ശ്രീകാന്ത് ചന്ദ്രശേഖരനെ കൂട്ടിയിട്ട് പിന്തുടർന്നുകൊണ്ട് തന്നെ അവിടെ എത്തിയിരുന്നു. ഇന്നത്തോടെ നിന്റെ കളി അവസാനിച്ചു വിക്രം എന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ തോക്കെടുത്ത് വിക്രമിൻ്റെ നേരെ അങ്ങ് ചൂണ്ടാണ്. വേദ തടയാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് അവളെ പിടിച്ചങ്ങ് മാറ്റി. ചന്ദ്രശേഖരൻ വെടിയുണർത്താൻ നോക്കുമ്പോഴാണ് അവിടേക്ക് അപ്രതീക്ഷിതമായി സുധാകരൻ മാഷും വിഷവും എത്തുന്നത്. കമലമ്മയുടെ നില അതീവ ഗുരുതരമാണെന്നും അവർ വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുകയാണെന്നും അവർ സിയയോട് പറഞ്ഞു. വികാരനിർഭരമായ ആ നിമിഷത്തിൽ സിയയുടെ മനസ്സൊന്നലിഞ്ഞു. നിയമത്തിന് മുന്നിൽ ഹാജരാക്കുന്നതിന് മുൻപ് സ്വന്തം മകനെ അമ്മയൊന്ന് കാണിക്കണമെന്ന് അദ്ദേഹം അനുവാദം നൽകി. ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കമലമ്മയുടെ കൈകളിൽ വിക്രം തൊട്ടപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ മെല്ലെ അങ്ങ് തുറന്നു. മകനെ ഒരു നോക്ക് കണ്ടതിന് ശേഷം അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. കോടതിയിൽ വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളെല്ലാം തന്നെ വേദ അപ്പോഴേക്കും ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. ചന്ദ്രശേഖരൻ്റെ പഴയ ക്രൈം റെക്കോർഡുകൾ തന്നെ പുറത്തു കൊണ്ടുവരുമെന്നും അവൾ പ്രതിജ്ഞ എടുത്തു. കമലമ്മയുടെ അസുഖം ഭേദമാകുന്നതോടുകൂടി തന്നെ വിക്രമിനെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കി എല്ലാ ചതിക്കുഴികളും തകർത്ത് അവനെ മോചിപ്പിക്കാനുള്ള പുതിയ പോരാട്ടത്തിന് വേദ തുടക്കം കുറിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.